അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണെന്ന് വെച്ചാല് പോണത് എങ്ങോട്ടാ? അപ്പം മിനിയൂട്ടിൽ പുതിയ പെറ്റ് ഷോപ്പ് വന്നിട്ടുണ്ട്. അപ്പം അത് കാണാൻ പോവാണ് ഗൈസ്. അപ്പം അവിടെ വെറൈറ്റി മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊന്ന് പോയി കണ്ടാലോ. ബാ. എൻ്റെ കുട്ടി കൂളിംഗ് ഗ്ലാസ് വെച്ച്. അപ്പം ഗൈസ് നമ്മൾ മിനിയൂട്ടിയിലെ പെറ്റ് ഷോപ്പ് കയറിയിട്ടുണ്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് പൊളി ആംബിയൻസ് ആക്കിയിട്ട് പുറത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, വായിൽ കുറച്ച് പുണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. എത്രയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്? ഒരാൾക്ക് 50 രൂപ. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കോയൻ്റെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് മലമ്പാമ്പിൻ്റെ ഒരു സെറ്റപ്പൊക്കെ. അങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് മിനിയൂട്ടിയിട്ട് ഒരു പെറ്റ് ഷോപ്പ് ഇതാ അവിടെ. കുട്ടൂസ് എന്താ സാധനം? അപ്പം ഇതാണ് പുറത്തത്തെ ആംബിയൻസ് വലി കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് നമുക്ക് കയറാനുള്ളത്. പിന്നെ നമുക്ക് ഉള്ളിലത്തത് കണ്ടോക്കാം. ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ട് ഇങ്ങനത്തെ ഒരു പെറ്റ്സിൻ്റെ ഏരിയയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിന് ഓനില്ലായിരുന്നു അന്ന്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ ആളൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. ഇവിടുത്തെ ആൾ ഉറങ്ങുകയാണ്. അതാ ഉറങ്ങുകയാണ്. ഇതെന്താ ഉറുമ്പോ അങ്ങനെ എന്തോ ആണ്. ഉടുമ്പാണ് കേട്ടോ ഗൈസ്, ഉടുമ്പാണ്. പിന്നെ ഇവിടെ വേറൊരാളുണ്ട്, വെള്ളക്കീരിയാണ്. പക്ഷെ വെള്ളമല്ല കളറ്. പക്ഷെ ആള് നല്ല കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. ആയി കൈ കടിച്ചോളും. ഏയ് ആള് നല്ല കമ്പനിയാണ് ഗൈസ്. നെക്സ്റ്റ് ചെറിയ എമ്മോ ആണ് കേട്ടോ. അപ്പം ഈ പെറ്റ്സൊക്കെ പുതിയതായിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ ഇങ്ങനത്തെ പെറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എമോ ആള് കമ്പനി ഇല്ല ഗൈസ്. ഇവിടെ കുറച്ച് ബാഡ്സ് ആയിട്ടുള്ള കോക്കറ്റിയല്ലേ. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പെറ്റ്സ് ആണെന്നാണ് ഈ പറയുന്നത്. ഇതിൽ 2 ബേഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡയമണ്ടാണ്, ഒന്ന് കോക്കറ്റിയൽ. അപ്പം ഇത് കോക്കറ്റിയലാണ് കേട്ടോ ഗൈസ്. ഡയമണ്ട് എവിടെ? ഡയമണ്ട് ഇതാണ് ഡയമണ്ട് കേട്ടോ ഗൈസ്. ഒരു റെഡ് ഐസൊക്കെ ആയിട്ടുള്ള. ഒരാള് പുലിൻ്റെ ഉള്ളിലാണ് ഗൈസ് കാണുന്നത്. ഹലോ, സോറിയു വർത്താനം പറയാൻ വയ്യ. ഇഗ്വാന കേട്ടോ ഗൈസ്. ഇത് ഒന്നുള്ളൂ ഗൈസ്. കുട്ടൂസ്
ഇജ്ജ് കണ്ടോ ഇഗ്ഗാന്ന് ഞാൻ നോക്കണേ. ഇതിലൊന്ന് ജാവക്കുരുവിയും പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സും ആണ് കേട്ടോ ഗൈസ് ഇതില് ഒരു കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇങ്ങനത്തെ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വളർത്തിയിരുന്നു, പക്ഷെ പൂച്ചൊന്നും കൊണ്ടുപോയില്ല ഗൈസ്. നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ഒഴിവാക്കിയിരുന്നു. ഇനി കുട്ടൂസ് കുറച്ച് വലുതായാലും ഒന്നുകൂടി വാങ്ങാം. നല്ല രസമാണ് ഞങ്ങള്. ഇതൊരു തത്തന്റെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു തത്തനെയും കൊടുത്തുണോ? ആദ്യത്തെ നമ്മള് ഇതിന്റെ മുമ്പുള്ള പെറ്റ് ഷോപ്പിൽ വന്നേ ഈ പെറ്റ്സിനൊക്കെ നമുക്ക് കൈക്കൊക്കെ എടുക്കാൻ തന്നിരുന്നു കേട്ടോ. ഇപ്പൊ ഇനി അത് ഉള്ളിലുണ്ടോ നമ്മൾ അറിയില്ല. നമുക്ക് ഇനി ഉള്ളിൽ കയറി നോക്കണം. പെറ്റ്സിനൊക്കെ തലയിൽ വെച്ച് തരും, പിന്നെ അതുപോലെ കയ്യിൽ തീറ്റയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ തന്നിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഇത് 3 ദിവസം ഉണ്ടാവുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇത് പുതിയ സെറ്റപ്പ് വന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ ഇനി അടുത്ത ഒരാള് വരുന്നുണ്ട് കേട്ടോ. ആരുടെ അയ്യോ അയ്യോ അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ഗൈസ്. ഒന്ന് അതാ അതിന്റെ ഉള്ളിലതാ, അതിന്റെ ഉള്ളിൽ നിന്നതാ വരുന്നേ. ഇതെന്ത് മങ്കിയാ? പോക്കറ്റ് മങ്കിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റിയ ടൈപ്പ് മങ്കിയാണ്. അങ്ങനെ പറയരുത്. അജു ആക്റ്റീവായി. ഇതൊക്കെ ഇത് തൊടാൻ വയ്ക്കുന്നുണ്ട്. തൊട്ടൊക്കെ ഇഷ്ടായോ? നമുക്ക് ഇഷ്ടായോ? ഇഷ്ടായോ? തൊട്ടൊക്കെ അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം ഗൈസ്. ഇതിലും നാളില്ലേ, ഇതിലും നാളില്ല. ഇത് കാര്യമാണ് ഗൈസ്. ഇതിന്റെ പെറ്റ്സൊക്കെ ഒരപ്പുറത്തേക്ക് ഇട്ടുകയാണ്. അതിന്റെ വർക്ക് നടക്കുകയാണെന്ന് തോന്നുന്നു. ഇതില് അവിടെ കണ്ട ഒരു കോയി ഉണ്ട് കേട്ടോ, ഫാൻസി കോയി. പക്ഷെ ഇതൊന്നും ആക്റ്റീവ് അല്ലട്ടോ ഗൈസ്. ഒരു ഉഷാർ കമ്മിയുണ്ട് എല്ലാത്തിനും, എന്താന്ന് അറിയൂല. ചെറിയ കാടകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ അത് ഒരു ചൈനീസ് ടൈം പൂശിയ കാടുകൾ എന്നാണ് പറയുന്നത്, നമ്മളെ നോർമൽ കാടുകളല്ല. ഒക്കെ ഒരു ഓർക്കം തൂങ്ങിയ മതി ഗൈസ്. ഓന് തൊടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവന് ഇഷ്ടമുള്ള ഗൈസ്. അങ്ങനെ വിട്ടുന്നുള്ളതൊന്നും നമുക്ക് അത്രക്ക് ഉഷാർ കിട്ടില്ല. ഒന്നും നടക്കുന്നില്ല ഗൈസ്. അപ്പം മടിയനാണെന്ന് പറയാണ് അവൻ്റെ ഒപ്പ. അപ്പം അത് പെറ്റ്സിൻ്റെതൊക്കെ കഴിഞ്ഞു. ഇവിടെ കേട്ടോ ഗൈസ് വലിയ എമൗണ്ട്. കുട്ടൂസ് ഇപ്പം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവന്റെ പീപ്പിന്റെ ഒച്ചൊക്കെ ഇട്ടാണ്ട് ഓൻ നടത്തിക്കാണ്. ഓൻ വലിയ എമൗണ്ട് എടുത്ത് കയറും ഗൈസ്. നല്ല ബാഡ് സ്മെല്ല് ഉണ്ട് ഗൈസ്. എന്താണ് ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതൊക്കെ കാലിയാണ് കേട്ടോ ഗൈസ്. ഇവിടെ
ഇതാ ഫ്ലൈൻ ടക്ക് ഉള്ളത്. ഫ്ലൈൻ ടക്ക്. അപ്പോൾ നമുക്ക് അടുത്തത് കാണാൻ കഴിയുന്നത് ഒരു കുഞ്ഞനാടാണ് കേട്ടോ. പക്ഷെ നമ്മളെ ഈ ചെമ്മരിയാടൊക്കെ ഇല്ലേ, അതേപോലത്തെ നല്ല രോമും നല്ല കൊമ്പൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞനാടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പേടിയാണ്. ഒറ്റൊന്നും ഒരു ആക്റ്റീവും ഇല്ല കേട്ടോ. കടന്നുറങ്ങുന്ന സമയം കിടന്നുറങ്ങുന്ന സമയം പിന്നെ 6 മണിക്ക് കിടന്നുറങ്ങാം. ഇവിടെ മൊയിലക്കോട്ടേസ് ഉണ്ട് ഗൈസ്. വേടാ സ്റ്റക്കായി ഗൈസ്. മൊയില് ഓനെ മൊത്തം നോക്കാണ്. അയ്യോ, ആരടാ ഞങ്ങള് ഗ്രാമത്തിലെ പുതിയ ആളുകൾ അല്ലേ? ഞങ്ങളെ വീട്ടിലത്തെ പുതിയ മേലെ അതാ വിചാരിച്ചുണ്ടാവും. മയിൽക്കുട്ടിയെ, മയിലും കുട്ടിയെ അതിനെ പിടിച്ചേക്കാം. അങ്ങോട്ട് പോകട്ടോ, പിടിച്ചോളി. അയ്യോ, ഇനി നമുക്ക് അടുത്ത നോക്കാം ഗൈസ്. ഇതൊക്കെ കാലിയാണ് കേട്ടോ. ഇതില് ഒരാളുണ്ട്. ഇതെന്താ, എന്തോ മുള്ള്. ഇതാ മറ്റേ ഉറങ്ങണ സാധനം. ഇത്തിൽപ്പന്നിയാണ്. ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും വരണ്ട വനങ്ങളിൽ ഇവ ധാരാളം. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഇത്തിൽപ്പന്നിയെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുള്ളമ്പന്നി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ചെറിയ വർഗ്ഗമാണ് കേട്ടോ. അത് നല്ല ക്യൂട്ടാണ് കേട്ടോ. കയ്യിലെടുത്തപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല നൈസായിട്ടുള്ള മുള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ കുട്ടൂസിന് എന്താ പറയുക, ഇങ്ങനത്തെ ആനിമൽസിൻ്റെ ഇതിലും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അവന് കണ്ടപ്പം പേടിയും ഉണ്ട്, പക്ഷെ തുടർന്നുണ്ട്, അങ്ങനെ ഒക്കെ കൂടെ ഉള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ പന്നീനെ കളിപ്പിച്ച് ഇതൊക്കെ ആക്കിയിട്ട് നമ്മൾ കൂട്ടിലാക്കി കേട്ടോ. ഇതെന്താ സാധനം? ഗിനിയൻ പന്നിയാണ് കേട്ടോ ഗൈസ്. ഗിനിയ പന്നി. വാ, അതിനെ പോയി പിടിച്ചോണ. പിടിച്ചു അയാള് പിടിച്ചാൻ ഇറങ്ങി കേട്ടോ. പോയി കൊണ്ടേ നോ സ്റ്റക്കായിന് എല്ലാത്തിനും കണ്ടിട്ട്. ഇതിനൊക്കെ വേറെ വേറെ തീറ്റാളായില്ലേ. അടുത്തൊരു ഒട്ടകാണ് കേട്ടോ. നമ്മള് പുലിവാൽ കല്യാണത്തില് സെലികുമാരേട്ടൻ പറഞ്ഞ ആളാണ് കേട്ടോ. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയ കേട്ടിട്ടില്ലേ? ഒട്ടക പക്ഷി. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അൽ അന്നമിൻ ആളഹ അൽ ഒട്ടഹ. കുട്ടോസ് നല്ല രീതിയിൽ നോക്കുന്നു. അതെന്താ ഒട്ടകം? അതെന്താ കുതിര? കുതിര അത് ചെറിയ കുതിര. ഇത് വലിയ കുതിര, ഇത് ചെറിയ കുതിര. ഇതൊക്കെ തട്ടിട്ടാണ് തീറ്റണ്ട് കൊടുക്കണതൊക്കെ. മയത്തുള്ളിക്കൽക്കത്തില് മറ്റേ അപ്പനെ ഉമ്മ കൊടുത്താ ഇരിയാവും.
എന്താ അതാ മൂവിയിലുണ്ടല്ലോ. അതിനാണ് ഓർക്ക് ബെൽറ്റ് ഇടുന്നത്. ഇതൊന്നും ബെൽറ്റ് ഇട്ടില്ല. ഇനി ഇവിടെ ചെറിയ പശു അതെ. അപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു എന്നറിയപ്പെടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഈ ഗ്രാമങ്ങളിലെ വീടൊക്കെ നല്ല പച്ചപ്പിൽ ചെറിയ ചെറിയ പശുക്കുട്ടികളൊക്കെ നിൽക്കുന്നതല്ലേ, അതുപോലെയുള്ള ഒരു കുഞ്ഞി പശുവാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു എന്നറിയപ്പെടുന്ന ആണ് കേട്ടത്. അപ്പോൾ കുട്ടൂസിന് പേടിയാണെന്ന് തോന്നുന്നത്. ഓന് ഉറങ്ങി എണീച്ചതിന് ശേഷം ഇതൊന്ന് കാണാൻ ഒരു എന്താ പറയുക, ഒരു പേടി മാതിരി തോന്നുന്നുണ്ട് കേട്ടോ ആക്കൊക്കെ. Ta-da. നമ്മൾ കുട്ടൂസിന് ഇഷ്ടമുള്ള ഒരു ഇതിലേക്ക് പോവാണ്ട് ഗൈസ്. ഒന്നെ തിരിഞ്ഞ് നോക്കുകയാണ് ഞാൻ ബാക്കിൽ വരുന്നുണ്ടോ. ഇവിടെ കുഞ്ഞനെലിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ കുഞ്ഞനെലിനെ കാണില്ല. കുഞ്ഞലിക്ക് എക്സസൈസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില്. എന്താ കുഞ്ഞലി ഇതിലുണ്ട് ഗൈസ്. നമ്മള് സാധാ ഇല്ലല്ലോ ഗൈസ്. നിങ്ങളൊന്ന് കമന്റ് പറയും. ഇതിലൊന്നും ആളില്ലല്ലോ. ഇവിടെ ഒന്നല്ലല്ലോ. കുറച്ച് വിട്ട് കൂടി ഗ്ലാസ് മലത്തുണ്ട്. കുറച്ച് വിട്ട് കുടിച്ചാണ്ട് എന്താ സാധനം പറക്കുന്ന അണ്ണാണ് കേട്ടോ ഗൈസ്. വെള്ളയില് ഇതില് പാമ്പുണ്ട് ഗൈസ്. ഇതൊന്ന് മൂർക്കം മേത്ത് കച്ചറാനാണ്. ഇങ്ങോട്ട് വിട്ട് അയ്യാ മോന അനു പാമ്പ്. കറക്കൊരു വണ്ണാനാണ് ഗൈസ്. നല്ലട്ടോ നോക്കണ് മാന്തോ. എടുത്ത് കയറിയാ നോക്കാണ്. ആ ഇല്ല
അവൻ കഴിച്ചില്ല അതാണ് കഴിച്ചു. ഓരോന്നിനും ഇട്ടൊടുക്കേ ഓനൊരു മണ്ട്. ആ നിലത്ത് പോന്നു. കുടി 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 കുടിയടാ. ഹായ് ഗൈസ്, അപ്പോ നമ്മള് ഇപ്പൊ മിനിയൂട്ടിലെ പുതിയത് ഓപ്പൺ ആക്കിയ പെറ്റ് ഷോപ്പിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാല് കണ്ടില്ലേ, ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല ഗൈസ്, ജീവനുണ്ട്. നാവ് പുറത്തേക്ക് ഇടണ്ടില്ലേ. അപ്പം കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് ഗൈസ്. പിന്നെ വേറൊരാളൂടി ഉണ്ട് ഇവിടെ. ഇത് പറക്കണ എണ്ണാനാണ് കേട്ടോ. അപ്പം ആള് നല്ല ഉഷാറായിട്ട് നിക്കുന്നുണ്ട് ഗൈസ്. വാവ്, വേറെ ആളെത്തി. ഒരാളൂടി ഉണ്ട് കേട്ടോ. പറട്ടായി അങ്ങനെ. അപ്പം 3 ആളുണ്ട് ഗൈസ്. അപ്പം സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ്. ഇനി ഇതിന്റെ ഉള്ളിലത്തെ പ്രത്യേകതകൾ നമുക്ക് വീഡിയോസ് ഫുള്ള് കാണി. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് കാണാം. കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ ഫുൾ എൻജോയ്മെന്റ് എൻജോയ് ആണ്ട് നിങ്ങൾക്ക് വായന്റെ ഉള്ളിൽ പോകുന്നുണ്ടായി ഗൈസ്. സംസാരിക്കാൻ വയ്യ. അപ്പൊ ഫുൾ എൻജോയ്മെന്റ് ആയിട്ട് നിക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ പാർക്കാം. അപ്പൊ ഇനി നമുക്ക് ബാക്കി കണ്ടാലോ. ഓക്കെ, ഇറങ്ങാൻ നോക്കിക്കോളി. അതവിടെ ചുരണ്ടി ഉണ്ടല്ലോ, ബാക്കിൽ ഒരാൾ ചുരണ്ടി ഉണ്ടല്ലോ. വേണ്ടാത്തോളി കൊയിഞ്ഞാടും. ഫോട്ടോ എടുക്കും. ഇത് ആക്റ്റീവ് ആവണ്ടല്ലോ, അത്ര ആക്റ്റീവ് ആവണ്ട. ഏയ് എന്റെ കൈമേൽ ഒരാളുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇതിലുള്ള ആളുകളാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇത്രയും നേരം നമ്മൾ കയ്യിലെടുത്തിരുന്നു. അപ്പൊ ഇനിയിപ്പം ഇവിടുത്തെ കലാപരിപാടി കഴിഞ്ഞു. അപ്പോൾ ചിക്കനൊക്കെയാണ് കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ കഴിഞ്ഞു. നമുക്ക് ബാക്കിയുള്ളത് പോയി നോക്കാട്ടോ ഗൈസ്. ഇപ്പൊ ഗൈസ് ഇനി മെയിൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് നമുക്ക് കയറാം ഗൈസ്. ഇവിടെ പുറത്ത് പ്രാവൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് മയിൽപ്രാവാണ്, പക്ഷെ അതിന്റെ പൂവൊക്കെ പോയിട്ടോ ഗൈസ്. ഒരു ഉഷാറ് കമ്മി. അതിന് പേടിയാണ്, അതിന് പേടിപ്പിക്കണ്ട വെറുതെ. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഉള്ളിലാണ് വിസ്മയലോകം എന്നൊക്കെയാണ്. ഇപ്പൊ ഇവിടെ ആനുണ്ട് കേട്ടോ ഗൈസ്, പക്ഷെ അത് ഡമ്മിയാണ് ഗൈസ്. നമ്മളിവിടെ കേറിനോട് തന്നെ എന്താ അറിയോ, പക്ഷികള് ചിലപ്പോ നേരത്തെ കപ്പലി പോയി കുളിക്കണം. അപ്പം ഇതാണ് ഗൈസ് പറയുന്നത്. അപ്പൊ നീ ഇങ്ങനെ തീരെങ്ങനെ കയറി ഇവിടെ മേലൊക്കെ ഉണ്ട് കേട്ടോ. മേലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. നക്കാവോ ഗൈസ്.
നല്ല അടി ഉണ്ടാക്കാൻ ഗൈസ്. ഇതിലൊന്നും ആളില്ല ഗൈസ്. ഇതിലത്തെ ആൾക്കാരൊക്കെ പുറത്ത് കിട്ടുകണ്ടോ. ഇതെന്താ ഷിഹാബുവാഹുനായ ഇതെന്തോ ഒരു കുട്ടുവോ അനുവോ ഓന്റെ സ്റ്റക്കായിന്. ഇവിടെ ഫാമിലി പോയി. അത് ഓലെടുത്ത അയ്യോ ഒറ്റക്കായ എന്റെ കുട്ടീനെ തൊപ്പമത്തൊക്കെ എടുക്കുന്നതാ. എന്താ മേലെന്താ അനിയ മേലെന്താ അനിയ അപ്പൊ ഗായ്സ് കുട്ടൂസ് ഫുള്ള് അമ്മ ചെവിത്തല കേൾക്കണ്ടേ ഗായ്സ്. കുട്ടൂസ് ഫുൾ അപ്പൊ മീനുള്ള ഫുഡ് തന്നാ അത് താഴ്ത്ത് വെച്ചാൽ മീനാളെ നമ്മ കഴിക്കുമല്ലേ. ഓന് കൈ എത്തണില്ല. ശരി എന്താ സുഖം. ഓനെ എത്തണില്ല കുട്ടൂസ്. എന്നെ കോരിയെടുക്കുക തന്നെ.
അറിഞ്ഞിട്ട് വെക്കണോ? നിന്റെ ഫർദന്റെ ഡിസൈൻ ഒക്കെ പറിച്ചെടുക്കണ്ട് പോലെ. നേരത്തെ കൊത്തിട്ടി ഓർമ്മല്ലേ? അപ്പൊ ഗായ്സ് കുട്ടികളൊക്കെ ആയിട്ട് വന്ന ഫുള്ളി വൈബാണ്. ഇവിടെ ഒക്കെ ഫുൾ കുട്ടികളുണ്ട് ഗായ്സ്. ഇവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഗായ്സ്. ഇതിന്റെ ഫർദമത്തെ ഡിസൈനുകളാണോ ഓലെ കണ്ണു വരുന്നത്? അത് ഫൗളല്ലേ ഗായ്സ്? എന്റെ ഡിസൈൻ ഓൽക്ക് വേണം. എന്റെ കൈമക്കൊല് വരുന്നില്ല. അല്ല ഞാണ്ടല്ലോ ചുണ്ടും ഞാണ്ടല്ലോ മാമ്പ വെറുതെ ചോദിച്ചു വാങ്ങണ്ട. എനിക്കും കിട്ടി ഗായ്സ്. ആ എന്റെ പിന്നുമലും എന്റെ ഫർദമത്തെ ഡിസൈനുമലൊക്കെയാണ് പല പരിപാടി ട്ടോ. ആ പിന്നൂരി എന്റെ മോക്കണമ്പത്ത് കുത്തി പിന്നൊക്കെ ഊരി ഗായ്സ്. പിന്നൂരി നിലത്ത് കിട്ട് അതാ. കൊത്തിട്ടു അതാണ് ചോദിച്ചു. കൊത്ത് വാങ്ങണ്ട. ഓ അതിനായിട്ട് നിക്കാണ്. ആള് ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ്. ഇവൽക്കിപ്പോ എല്ലാവർക്കും എന്റെ ഫർദമത്തെ ഡിസൈനുമത്തെ മുത്താണല്ലോ അവന്റെ. ഓ എന്തോ നിന്റെ അടുത്ത് കയറണ്ട. പാം പോം പാം പോം പോം പോം. വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോ ഡീസന്റ് ആയില്ലേ? ആള് കൊള്ളാലോ. ഓ വീഡിയോ എടുക്കാൻ കണ്ടപ്പോ ഡീസന്റ് ആയി. മുത്ത് ഓരോന്ന് പറിച്ചെടുത്ത് എന്റെ ഡിസൈൻ ഒക്കെ പോയി ഗായ്സ്. ഒരു ഉമ്മ എന്നാലോ, ഒരു മുത്തകവും പിന്നെ മുത്തുകവും കൊടുക്കേണ്ടി വരൂല ഗായ്സ്. നീ പടിയിരുന്നോ? അപ്പം ആളാളെ സ്ഥലത്താക്കി ഗായ്സ്. ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും പോയി നോക്കാം. അപ്പൊ ഗായ്സ് ഇവിടെ ഫിഷ് ഉണ്ട് ഗായ്സ്. ഫിഷ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതിലേറില്ലായിരുന്നു. ഇവിടെയൊക്കെ നല്ല ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിരുന്നു കേട്ടോ. ഇനിയിപ്പോ രണ്ടാമത് ജോയിൻ ചെയ്യുമെന്നൊന്നും അറിയാൻ പറ്റില്ല. നല്ല രസമാണ്. ഫുള്ള് മറൈൻ എക്സ്പോ പോയപ്പോ ഫുൾ ഫിഷ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഫിഷിനോട് അത്രക്ക് ഒരു കമ്പല്ല. എന്നാലും ഒരു രസമാണ്. തോനുണ്ടായിരുന്നു. ഒരു റൗണ്ട് ഗ്ലാസ്സിലോല് കൊറേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് പറഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ഫിഷ് ആയതുകൊണ്ട് നല്ല രസമാണ്. ഇവിടെ നമ്മളെ പപ്പക്കുട്ട നിൽക്കുന്നുണ്ട് കേട്ടോ. പപ്പക്കുട്ട ഇവിടെയാണ് ഗായ്സ് നമ്മളെ ഫൈറ്റർ അരാപ്പയ്മ ഗായ്സ്. പക്ഷെ ഇതിനുള്ളിൽ കൈ ഇടരുത്. അത് ഇവിടെ എഴുതി വെച്ചാണ്. വെള്ളത്തിൽ കൈ ഇടരുതെന്ന് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഗായ്സ്. വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മളേല് കൊറേ പേർഷ്യൻ ഗൈഡ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് അനു ഉണ്ടായതിന്റെ ശേഷം നമ്മൾ ഒഴിവാക്കിയാണ്. ഫീഡ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ വരുന്നതുകൊണ്ട് രോമും കാര്യങ്ങളൊക്കെ പ്രശ്നം വരും. അത് അപ്പം നമ്മൾ ഒഴിവാക്കിയാണ് കേട്ടോ. അപ്പൊ കുട്ടൂസിന് അന്ന്
ആ ചെറിയ പ്രായത്തിൽ നമ്മളൊരു വീഡിയോ ഇട്ടത് നമ്മളെ ചാനൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാം. പൂച്ചകളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓൾക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ട് തോന്നും. അപ്പൊ നമ്മളോട് ഭയങ്കര കമ്പനി ആവട്ടോ. അങ്ങനെയല്ലേ മടിയിൽ കയറുന്ന കാഴ്ച. ജനലിന്റെ എണ്ണ എടുക്കാനുണ്ട്. കമ്പിന്റെ എത്ര ഒയുണ്ട് എന്നുള്ള അല്ലേ അല്ലേ അല്ലല്ലോ. ഓക്ക് നല്ല സ്വിച്ചിന് കഴിച്ച്. ഇതെടാ കേറി കേറി വരുന്നേ. വേണ്ട. അപ്പൊ ഓരോട് ഭയങ്കര കമ്പനി. നിങ്ങളോട് ഭയങ്കര കമ്പനിയാണല്ലോ ആള്. ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള വലിയ ആരാപ്പയ്മകൾക്ക് ഫുഡ് എടുക്കാണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇക്കയാണ് കൊടുക്കണം കേട്ടോ. ഇക്കും കുട്ടൂസും പോയാണ്ട് ഫുഡ് കൊടുക്കാണ്. Guys, kini koi guys. Kini. നടക്കാനെ ഓനാ തുമ്പി കൈമ ഇരുത്തിയോക്കെ. അവിടെ അല്ലേ. അപ്പോൾ ഗായ്സ് നമ്മൾ രാത്രി ആയല്ലോ 9:30 വരെയാണ് ടൈമിങ്ങിൽ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്തെ കുതിരക്കും ഒട്ടകത്തിനൊക്കെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫുഡ് മിക്സ് ആക്കുകയാണ് കേട്ടോ അവർ. ഫുഡൊക്കെ മിക്സ് ആക്കിയിട്ടും കൂളായിട്ട് കൊണ്ടുപോയി കൊടുത്തു. നമുക്ക് അതിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് പോകാൻ പേടിയാണ് കേട്ടോ. പക്ഷെ അവൾക്ക് അത് പഴകിയോണ്ട് അവൾക്ക് പ്രശ്നമില്ല. ഞാൻ ഫുഡൊക്കെ കൊടുത്ത് ഒട്ടകം ഫുഡ് കഴിക്കാണ് ഗൈസ്. അപ്പോൾ ഗായ്സ് മിനിറ്റിലെ പെറ്റ് ഷോപ്പിൻ്റെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ ഓക്കെ ബൈ.